ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഇഷ്ടമാത്രം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു പ്രൊമോയിൽ ആ ഒരു കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലാത്തൊരു പ്രൊമോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മഹേഷിന്റെ അച്ഛനും ഇഷിതയുടെ അച്ഛനും ആ ഒരു സന്തോഷം പങ്കുവെക്കുന്നു. പിന്നെ ഈ രണ്ടമ്മമാർ, അതായത് ഇഷിതയുടെ അമ്മയും നമ്മുടെ മഹേഷിന്റെ അമ്മയും തമ്മിൽ ആ ഒരു ക്ഷേത്രത്തിലേക്ക് തൊഴുതു പോയി വരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി. നമ്മുടെ ചിപ്പിമോള് വീട്ടിലേക്ക് വരുന്നു, എല്ലാവരായിട്ടും കളിച്ചും ചിരിച്ച് നടക്കുന്നു. അപ്പൊ നമ്മുടെ മഹേഷിന്റെ അമ്മ, അതായത് നമ്മുടെ ചിപ്പിമോള് സ്വന്തം മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആഹാ ചിപ്പിമോളുടെ വിവാഹമാണോ നടക്കാൻ പോകുന്നത്, ചിപ്പിമോൾ ആരെയാ കെട്ടാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചിപ്പിമോൾ പറയുന്നത്, എന്റെ അല്ല, എന്റെ ഡാഡിയാ കെട്ടാൻ പോകുന്നത്, അതും എന്റെ ഇഷിതാമയെ കെട്ടാൻ പോകുന്നത് എന്നൊക്കെ പറയുന്ന കുറച്ച് ആ ഒരു രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ആ ഒരു പ്രൊമോയില് നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പൊ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, ഇപ്പോഴും ആ ഒരു കല്യാണത്തിന്റെ ആ ഒരു ഒരുക്കങ്ങളും ആ ഒരു പിടിക്കലും തന്നെയാണ് കേട്ടോ. അതിന് ഏറ്റവും അവസാനമാണ് നമ്മുടെ ഇഷിതയും മഹേഷിനെയും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് മറയ്ക്കുന്നുണ്ട്. നമ്മുടെ മഹേഷ് വരുന്നുണ്ട്, അതിനുശേഷം നമ്മുടെ ഇഷിതയും നമ്മുടെ ചിപ്പിമോളും കൂടി നമ്മുടെ മഹേഷിന്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ മഹേഷ് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിച്ചേട്ടോ. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലാത്തൊരു പ്രൊമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ. ആ ഒരു കല്യാണത്തിന്റെ ഒരു ഇനി കല്യാണം വരുന്ന ദിവസങ്ങളായിരിക്കും നമ്മൾക്ക് ഇനി ആ ഒരു കൂടുതൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ രജനിയും ആകാശം എന്തായാലും ഇഷിതയാണ് വധു എന്നറിയുമ്പോൾ ഈ കല്യാണം മുടക്കാൻ ശ്രമിക്കും. അപ്പുറത്ത് നമ്മുടെ വിനോദ് മാളിയേക്കൽ, അതായത് നമ്മുടെ മഹേഷിന്റെ സ്വന്തം ചോര തന്നെയാണ് നമ്മുടെ ഇഷിതയെ കൊല്ലാൻ വേണ്ടി, ഇഷിതയെ ആ ഒരു ട്രാപ്പിലാക്കാൻ, കൊല്ലാനല്ല ജയിലിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പൊ ആ ഒരു സന്ദർഭങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഇനി എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും കാത്തിരുന്നേനെ കാണും. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.